നടനും നിർമ്മാതാവും സംവിധായകനുമായ സൗബിൻ ഷാഹിർ കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് വരികയാണ്. മഞ്ഞുമൽ ബോക്സ് ഓഫീസ് 148 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കിയതിനാൽ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്ന 44 കോടി രൂപ ഇതുവരെ അടച്ചിട്ടില്ല. സിനിമ നിർമ്മിക്കുന്നതിന് ചെലവായി കാണിച്ച ഏകദേശം 32 കോടി രൂപ കള്ളക്കണക്കാണെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. നികുതി റിട്ടേൺ സമർപ്പിച്ചിരുന്നതിലെന്നും വകുപ്പ് വ്യക്തമാക്കുന്നു. 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. SRM റോഡിലെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച സൗബിന്റെ സ്ഥാപനമായ പറവ ഫിലിംസിൽ പരിശോധന 14 മണിക്കൂറോളം കഴിഞ്ഞ് രാത്രിയാണ് അവസാനിച്ചത്. സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന. 24 മണിക്കൂറിനിടെ 2 തവണയാണ് സൗബിന്റെ വീട്ടിൽ പരിശോധന നടന്നത്. പറവ ഫിലിംസ് ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ് പരിശോധന നടന്നത്. ഇതിനു പുറമെ പുല്ലേപ്പാടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇരു സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാനമായും പരിശോധിക്കുന്നതെന്ന് ആഭ്യന്തര നികുതി അന്വേഷണ വിഭാഗം അറിയിച്ചിരുന്നു. സൗബിനെ അടുത്ത ആഴ്ച ചോദ്യം ചെയ്യും. കേസിൽ EDയും നിലപാട് കടുപ്പിക്കും. അങ്ങനെ വന്നാൽ സൗബിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതകൾ ഏറെയാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സഹായി ഷോൺ ആണെന്നാണ് സൗബിന്റെ വിശദീകരണം. ആദായ നികുതി വകുപ്പ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. പറവ ഫിലിംസ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് റെയ്ഡ് നടത്തിയത്. പറവ ഫിലിംസിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിരുന്നുവെന്നും പ്രാഥമിക കണ്ടെത്തൽ. പരിശോധന അവസാനിച്ചിട്ടില്ലെന്നും സൗബിൻ ഷാഹിറിൽ നിന്നും വിശദീകരണം തേടുമെന്നുമാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. പറവ ഫിലിംസ് നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയുടെ പരാതി. 140 കോടിയോളം രൂപയാണ് മഞ്ഞുമൽ ബോയ്സിൽ നിന്നുള്ള വരുമാനം. എന്നാൽ നികുതി ഇനത്തിൽ അടയ്ക്കേണ്ട 40 കോടിയോളം രൂപ അടച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. കൂടാതെ ആദായ നികുതി റിട്ടേൺ കാണിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുകയാണ്. സിനിമാ മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ നേരത്തെ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരെ അടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില നിർണായക രേഖകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്നും 40% നൽകാമെന്ന് കാണിച്ച് പണം വാങ്ങിയെന്നും നിർമ്മാണ ചെലവ് കൂട്ടിക്കാണിച്ചെന്നുമായിരുന്നു സിറാജ് നൽകിയ പരാതി. നിർമ്മാണ ചെലവ് 22 കോടി രൂപയാണെന്ന് കാണിച്ച് 7 കോടി രൂപ വാങ്ങിയെന്നും സിറാജ് പറയുന്നു. എന്നാൽ 22 കോടി രൂപ ചെലവായെന്നത് കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 കോടി രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 18.65 കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചെലവായതെന്നും വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ലെന്നും ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. നികുതി ഉൾപ്പെടെ 164.58 കോടി ഗ്രോസ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്നും നേടിയത്. ആഗോളതലത്തിൽ 225 കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ ഗുണാക്കേവ് എന്ന ഗുഹയിൽ കൂട്ടത്തിൽ ഒരാൾ അകപ്പെടുന്നതുമാണ് സിനിമയുടെ പ്രമേയം. ചിദംബരം രചനയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ജീൻ ബോൾ, ലാൽ, അബ്യുറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു, ചന്തു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്.